ഹലോ ഗൈസ്, ഇപ്പോൾ ഫ്രിഞ്ചസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ക്ലാസ്സും ഇത് തന്നെയാണ്. അപ്പം എന്നെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പേര് മുഹമ്മദ് ഇർഫാൻ എന്നാണ്. ഞാനും ഈ വർഷം, അതായത് 2026-27 SSLC ബാച്ചാണ്. അപ്പം എന്താണ് ഈ യൂട്യൂബ് ചാനൽ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ കമ്പനി സ്റ്റഡി പോലെ തന്നെ പഠിച്ചിട്ട് SSLC നേടുക എന്ന ഫുൾ A+ എന്ന ലക്ഷ്യം നേടുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്നറിയാമല്ലോ. ഞാൻ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് തുടങ്ങിയപ്പം പിന്നെ എങ്ങനെയാണ് പ്ലാന് കാര്യങ്ങൾ എന്നെല്ലാം ഒന്ന് വ്യക്തമായിട്ടൊരു വ്ളോഗ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇന്ന് ഞാൻ ഇച്ചിരി അൺഎക്സ്പെക്റ്റഡ്ലി നിങ്ങൾക്ക് പോർഷനിൽ തന്നിരുന്നത്, ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത് ഫിസിക്സ് ആൻഡ് സൗണ്ട് വേവ്സ് ആണ്. പക്ഷെ അതിൽ കുറച്ച് മിസ്റ്റേക്സ് കാണും. ഇന്നിപ്പം സോഷ്യൽ സയൻസിലെ യൂണിറ്റ് 1 ഹ്യൂമനിസം ആണ് എടുക്കുന്നത്. അപ്പം എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാം. ഈ ഹ്യൂമനിസം പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര വലിയ ചാപ്റ്റർ ആയിരിക്കാം. അത് എനിക്ക് പേഴ്സണലി വലിയ ചാപ്റ്റർ കണ്ടാൽ തന്നെ പഠിക്കാനുള്ള മൂഡൊക്കെ ഒന്ന് പോകും. അപ്പം ഈ ചാപ്റ്റർ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഞാൻ കുറേ വ്ളോഗുകളിലും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം എനിക്കിപ്പോൾ ചുമ്മാ വന്നിട്ട് നിങ്ങളുടെ പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ പഠിച്ചു. അപ്പം ഈ ഹ്യൂമനിസം എന്തുകൊണ്ട് നമുക്ക് അതായത് 2026-27 ഈ ബാച്ച് SSLC ഉണ്ടല്ലോ, നമുക്ക് എന്ത് പാടെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് മുമ്പുള്ള SSLCക്കാർക്ക് ഇത് ഭയങ്കര സിമ്പിളായിരുന്നു. കാരണം ഇവർ പഠിച്ച സമയത്ത് 8ലെയും 9ലെയും ഒരു ചാപ്റ്റർ ആയിരുന്നു ഹ്യൂമനിസം അല്ല. പക്ഷെ അതുപോലെ തന്നെ കണ്ടന്റ് വരുന്ന യൂറോപ്പിനെയും ആഫ്രിക്കയിലെയും അങ്ങനത്തെ കുറച്ച് കോണ്ടിനെന്റ്സിനെയും, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ജോഗ്രഫി അല്ലെങ്കിൽ സ്റ്റോൺ ഏജ് അങ്ങനത്തെ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന് മുമ്പുള്ള 8-9 ബാച്ചുകാർക്ക് എന്ത് ചെയ്തെന്നറിയാം. അപ്പോൾ അവർക്ക് ഈ വേൾഡ് മുഴുവനായിട്ടുള്ള ഹിസ്റ്ററി അങ്ങനത്തെ കാര്യമാണ്. അപ്പം ഇവർക്ക് വേഗം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് വേഗം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ സെൽഫ് ഇൻട്രോ ചാപ്റ്ററിന് ആദ്യം കൊടുത്താലേ നമുക്ക് എന്താണെന്ന് കത്തത്തുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് 2026 CE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഇറ എന്നർത്ഥം. കോമൺ ഇറയിലാണ് നിൽക്കുന്നത്. ഇനി നമ്മളൊരു 100 വർഷം ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര 100 അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ബാക്കിൽ പോയിട്ട് 1976 CE. ഇങ്ങനെ ബാക്ക് എടുത്ത് ഏറ്റവും ഫൈനൽ വരെ നമുക്ക് ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ പോകാൻ കഴിയും. അങ്ങനെ ഒരു 0 ആവുമല്ലോ. ഈ നമ്പർ തീരെ എൻഡ് ആവുമല്ലോ. 1 എത്തി, 1ന് ശേഷം 0 എത്തി. ഓക്കെ, ഇനി 0ക്ക് അതിന് തൊട്ട് പുറകിലുള്ളതിന് പറയുന്ന പേരാണ് BCE. അപ്പം 1 BCE. BCEന്റെ ഫുൾ ഫോം തന്നെ ബിഫോർ കോമൺ ഇറ. ഓക്കെ, 1 BCE എന്ന് പറഞ്ഞാൽ ഇതിനെ തൊട്ട് മുമ്പത്തെ, അതായത് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം 1200 കാലഘട്ടം. ഓക്കെ, 1200 BCEയും അതുപോലെ തന്നെ ഒരു 1200 പിന്നെ അങ്ങോട്ട് പോകും. നമ്മൾ 1 + 1 + 2 + 3 ഇങ്ങോട്ട് -1 -2 എന്ന് പറയുന്ന പോലെ ഇങ്ങോട്ട് പോകുമ്പോൾ എത്ര 1000 BC ആണ്. സോ ഒരു ഏകദേശം ഒരു 800 BC. ഇത് ഞാൻ കറക്റ്റ് ഒന്നുകൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഈ 1200 BCയിൽ ഇവിടെ ഭരിച്ചിരുന്ന ആരായിരുന്നറിയാമോ? ഗ്രീക്ക് റോമൻ എംപയർ. ഗ്രീക്ക് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഗ്രീക്ക് എംപയർ ആയിരുന്നു. അങ്ങനെ ഗ്രീക്ക് എംപയർ കഴിഞ്ഞും കുറേ നാൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ റോമൻ എംപയർ. റോമൻ എംപയറുകാരൻ. ഈ റോമൻ എംപയറിനും ശേഷം കുറച്ചും കൂടെ കാലം കഴിഞ്ഞ്, അതായത് ഇവർക്കിടയിൽ ഒരു 400 ഇയർ ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ റോമൻ എംപയറുകാരൻ വന്നതിന് ശേഷം വരുന്നതാണ് നമ്മുടെ മിഡീവൽ ഫ്യൂഡലിസം. പിന്നെ ഇതെല്ലാം ആരെ കുറിച്ച് പഠിക്കുന്നതെന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ ഇപ്പം പഠിക്കുന്ന ആള് യൂറോപ്പാണ്. യൂറോപ്പിന്റെ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മിഡീവൽ ഫ്യൂഡലിസം. ഓക്കെ, ആദ്യം ഗ്രീക്ക് വന്നു, പിന്നെ റോം വന്നു, പിന്നെ മിഡീവൽ ഫ്യൂഡലിസം ആയി. ഈ മിഡീവൽ ഫ്യൂഡലിസത്തില് 3 പേർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഒന്ന് ഗോഡ്, മെയിൻ ആയിട്ട് ഗോഡ്. രണ്ടാമത്തത് പ്രീസ്റ്റ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആരാധനാകർമ്മം ചെയ്യുന്നവര്. പിന്നെ കിങ് അല്ലെങ്കിൽ നോബിൾസ്. ഇവർക്ക് ഇത്ര പേർക്ക് അന്നത്തെ കാലത്ത് വാല്യൂ സൊസൈറ്റിയിൽ
സൊസൈറ്റിയിൽ അന്നത്തെ കാലത്ത് മീഡിയൽ ഫ്യൂഡലിസം സമയത്ത് ഈ 3 പേർക്കേ ആരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അവരുടെ സ്ലേവ്സ്, അടിമകളായിട്ടായിരുന്നു കരുതപ്പെട്ടിരുന്നത്. അങ്ങനെ ഈ മീഡിയൽ ഫ്യൂഡലിസം കഴിഞ്ഞിട്ട് ഒരു 11th സെഞ്ചുറി ഒക്കെ ആയ ടൈമിൽ ഇവർക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരും. ഈ മീഡിയൽ ഫ്യൂഡലിസത്തിൽ നിന്ന് വ്യത്യാസം വന്നിട്ട് അവിടുന്ന് പുതിയൊരു സംഭവം ഉണ്ടാവുകയാണ്. അതിന്റെ പേരാണ് ഹ്യൂമനിസം. ഹ്യൂമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നതാണ് ഹ്യൂമനിസത്തിന്റെ അർത്ഥം. ഇതാണ് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ. ഇത് പറഞ്ഞാൽ നമുക്ക് കാര്യം കത്തിട്ടുള്ളത് എന്താണ്. നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലോട്ട് പോകാം. അതായത് അടുത്ത ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൂടെ പോയിക്കാൻ കാര്യമല്ല, ചാപ്റ്ററിലേക്ക് നമുക്ക് കയറാം. ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ആയിരിക്കുന്നത് ഹ്യൂമനിസം. എന്താണ് ഹ്യൂമനിസം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫസ്റ്റ് എന്താ പറയുക ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്. നമുക്ക് ആ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് പറയാം. To neglect knowledge is to neglect virtue. The intellect lightened by the flame of goodness cannot help but love it. Love is only born of knowledge. Born of knowledge. Reason is the guide of a right will. It is the reason which leads up a salvation. നിങ്ങൾ ആ സംഭവം നിങ്ങൾക്കൊരു എന്താ പറയുക തോട്ട് പോലെ തന്നെ നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യേണ്ടയോ അത് പഠിക്കേണ്ടയോ കാര്യമില്ല. പക്ഷെ അത് എഴുതിയത് ആരാന്ന് പഠിച്ചു വെക്കണം. അത് എഴുതിയ ആളുടെ പേരാണ് റോജൻ ബക്കൺ. ഈ റോജൻ ബക്കണിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം. പുള്ളിക്കാരൻ 13th സെഞ്ചുറിയിൽ ലീവ് ചെയ്തിരുന്ന ഒരാളാണ്. ഓക്കെ, ഇയാൾ എവിടെ താമസിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലായിരുന്നു പുള്ളിക്കാരൻ താമസിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇംഗ്ലണ്ടിൽ 13th സെഞ്ചുറി എന്നൊക്കെ പഠിച്ചു. ഇനിയും ഇദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കാര്യമാണ്, റാഷണലിസം, നോളജ്, അതുപോലെ തന്നെ ലവ്. ഇത്രയും കാര്യങ്ങൾക്കായിരുന്നു പുള്ളിക്കാരൻ കൊടുത്തത്. റാഷണലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മളറിയത്തില്ല ഇങ്ങനെ റാഷണലിസത്തിന്റെ കറക്റ്റ് മലയാളം വാക്ക് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റാഷണലിസ്റ്റിനെ പറഞ്ഞുതരാം. റാഷണലിസം നോളജ് ആൻഡ് ലവ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലോസഫർ ആണ്. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പേജിൽ പഠിക്കാനുള്ളത്. ഇതാണ് ചാപ്റ്ററിന്റെ മെയിൻ ഫസ്റ്റ് പേജിലത്തെ കണ്ടന്റ്. നമുക്കിനി സെക്കൻഡ് പേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് 14th സെഞ്ചുറി ആയ സമയത്ത് നമ്മുടെ യൂറോപ്പിലെ കുറച്ച് വ്യത്യാസങ്ങൾ നടന്നത്. വ്യത്യാസങ്ങൾ നടന്നവയാണ് സോഷ്യലിന്, ഇക്കോണമിക്കില് ആൻഡ് പൊളിറ്റിക്കൽ സ്പേസ്. ഇത്രയും കാര്യങ്ങളില് യൂറോപ്പില് വ്യത്യാസം. അതിനാണ് ഞാൻ ആദ്യം ഗ്രീക്കാരുടെ റോമന്റെ പറഞ്ഞത്. നെക്സ്റ്റ് ലൈനിൽ നിങ്ങൾക്ക് പറയുന്നുണ്ട്, along with the influence of Greco-Roman culture of ancient Europe, a tendency a move away from the ideas existed in the medieval time also gained strength. അതായത് ഗ്രീക്കോ റോമൻ ആ ഒരു ഫോളോ അപ്പിൽ നിന്ന് മാറി ഇവര് റാഷണലിസത്തിന് അർത്ഥം യുക്തിവാദം നടത്തും. അങ്ങനെ ഇവര് സ്വന്തമായിട്ട് ഇവരുടെ യുക്തിക്ക് അനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ്. അങ്ങനെ കുറച്ച് എന്താ പറയാ അതിന്റെ വ്യത്യാസങ്ങൾ വന്ന് ക്യാരക്ടറിക് ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഒന്നാമത്തെ കാര്യം അവര് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. രണ്ടാമത്തെ അവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഓക്കെ, സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂ എല്ലായിടത്തേക്കും എത്തിച്ചേർന്നു. മൂന്നാമത്തെ അവരുടെ പ്രത്യേകത ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്. അവർ അത്രയും നാളും നമുക്കറിയാം ഗ്രീക്കോ റോമൻ ആ ഒരു കൾച്ചർ ആയപ്പോൾ അവർ പലരും എന്താ പറയുക അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ മെയിൻ. അതിൽ നിന്നെല്ലാം മാറിയിട്ട് അർബൻ പട്ടണ ജീവിതത്തിലോട്ടത് മാറി. നെക്സ്റ്റ് ആണ് മോണിറ്ററി ഇൻകം. നാലാമത്തെ കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ ലാംഗ്വേജ്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചില്ലേ
സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് അന്നത്തെ ഏറ്റവും വലിയ ഉയർന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളായിരുന്നു, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പറ്റത്തില്ല. അതേപോലെ തന്നെ യൂറോപ്പിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറിയിട്ട് റീജിയണൽ ലാംഗ്വേജ് എല്ലാവർക്കും ഉപയോഗിക്കാം എന്ന രീതിയിലോട്ട് വന്നു. നെക്സ്റ്റ്, പ്രോഗ്രസ് ഓഫ് ട്രേഡ്. ട്രേഡിൽ വന്ന വ്യത്യാസം. പിന്നെ ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ. പിന്നെന്താ, പിന്നെ ഇവര് റാഷണലിസം, യുക്തിവാദം. എത്ര നമുക്ക് ടോട്ടൽ 10 പോയിന്റ് ആണുള്ളത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു 8 പോയിന്റ് ഒക്കെ ചോദിക്കും. 1, 2, 3, 4, 5, 6, 7, 8 നമ്മളിപ്പോ എഴുതി. ഇനി എന്തൊക്കെയാ? ചേഞ്ചസ് ഇൻ റീംസ്. റീംസ് എന്ന് പറഞ്ഞാൽ റീംസിന്റെ കറക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നടക്കുന്ന, അതായത് റീംസ് സയൻസ് ആൻഡ് ആർട്ട്. ആർട്ടിലും സയൻസിലും വന്ന വ്യത്യാസം. പിന്നെ റൈസിംഗ് ഓഫ് നാഷണൽ സ്റ്റേറ്റ്സ്, അതായത് പുതിയ സംസ്ഥാനങ്ങളൊന്നും അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഇനിയാ ഇത്രയും ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കാര്യങ്ങൾ. 10 കാര്യങ്ങളാണ് ഫീച്ചേഴ്സ്. ഇനിയോ ഇവയെല്ലാം കൂടി ഉൾപ്പെടുത്തുന്നത് അതായത് റിനൈസൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞ ആദ്യം ഗ്രീക്കിൽ നിന്ന് മാറി, പിന്നെ അവര് റോം വന്നു, റോമിൽ നിന്ന് മാറി മിഡീവൽ ഫ്യൂഡലിസമായി, മിഡീവൽ ഫ്യൂഡലിസം മാറി ഹ്യൂമനിസം വന്നു. അപ്പം ഈ ഒരു ചേഞ്ച്, അതായത് മിഡീവൽ ഫ്യൂഡലിസത്തിൽ നിന്ന് മോഡേൺ ഏജിലോട്ട് വന്ന ഒരു ചേഞ്ചിനെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് പറയുന്നത്. റിനൈസൻസ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ റിനൈസൻസിന്റെ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ റിനൈസൻസ്, അപ്പൊ നമുക്ക് ആദ്യം സ്പെൽ ചെയ്യുന്ന റിനൈസൻസ് ഈസ് കൺസിഡേർഡ്, കരുതുന്നത്. എ പീരീഡ്, ഒരു കാലാവധിയാണ്. എന്തിന്റെ കാലാവധി? എ പീരീഡ് ഓഫ് ട്രാൻസ്ഫർമേഷൻ, വ്യത്യാസം വരുന്നതിന്റെ. ട്രാൻസ്ഫർമേഷൻ എന്തിൽ നിന്ന്? ഫ്രം medieval feudal system to medieval feudal system നിന്ന് modern, ഇതാണ് പറഞ്ഞത്. അതായത് റിനൈസൻസ് എന്ന് പറഞ്ഞ ഒരു ടൈം പീരീഡ് ആണ്. അതായത് മെഡീവൽ ഫ്യൂഡലിസത്തിൽ നിന്ന് മോഡേൺ ഏജിലോട്ട് വന്ന ട്രാൻസ്ഫോർമേഷന്റെ കാലഘട്ടത്തെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് റിനൈസൻസ്. നിങ്ങൾ പുസ്തകത്തിലെ വരികളെ അണ്ടർലൈൻ ചെയ്തിട്ട് Renaissance is considered a period of time transformation from medieval feudalism to modern age. ഇതാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. ഇനിയും ഈ റിനൈസൻസ് നമ്മൾ പറഞ്ഞു യൂറോപ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. യൂറോപ്പിലെ ഇറ്റലി എന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഈ കാര്യം നടന്നേ ഏറ്റവും കൂടുതൽ സിറ്റീസിൽ കാര്യങ്ങൾ നടന്നേ. അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. ഇറ്റലി നമ്മൾ പഠിച്ചു. ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇതില് ഈ റിനൈസൻസ് നടന്ന സ്ഥലം എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും ഇറ്റലിയിൽ എന്ത് കാരണത്താലാണ് ഏറ്റവും കൂടുതൽ റിനൈസൻസ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിൽ 2 പോയിന്റ് ആണ് തരുന്നത്. ഒന്നാമത്തത് അവരെന്ന് പറഞ്ഞാൽ they were independently and wealthy and dynamic. ഇതായിരുന്നു അവരുടെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ ഈ ഇൻഡിപെൻഡന്റ് വെൽത്തി എന്നൊക്കെ ചോദിച്ചാൽ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇത് പോയിന്റ്
പോയിന്റ് നിർത്തിയിട്ട് ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് പേജ് ഉണ്ടല്ലോ, അടുത്ത പേജ്, അതില് നിങ്ങൾക്ക് ക്രുസൈഡ്സ് അല്ലെങ്കിൽ കുരിശ് യുദ്ധത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് കുരിശ് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക്സും ക്രിസ്ത്യാനിറ്റിയും കൂടെ നടക്കുന്ന വാറിനെയാണ് ക്രുസൈഡ്സ് അല്ലെങ്കിൽ കുരിശ് യുദ്ധം എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ജെറുസലേം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ജെറുസലേം. ഈ ജെറുസലേം പിടിച്ച്, അതായത് രണ്ടുപേരുടെയും എന്താ പറയുക ആത്മീയ സ്ഥലമായിട്ട് കരുതുന്നുണ്ട്. അവിടെ എപ്പോഴും യുദ്ധമുണ്ട്. അതായത് തുർക്കിക്കാരും യൂറോപ്യൻസും കൂടെ ആയിരുന്നു അത് എപ്പോഴും വാറ് വരുന്ന ടൈമില്. അങ്ങനെ വാറ് വരുന്നത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. അപ്പം ഈ യൂറോപ്യൻസിന് എപ്പോഴും വേണ്ടത്, ഇതിപ്പോ യൂറോപ്പാണെന്ന് കരുതുക ജസ്റ്റ്, ഇത് ആഫ്രിക്ക, ഇത് അതിന്റെ കൂട്ടത്തിൽ കിടക്കുന്ന ഏഷ്യ, ഇവിടെ നിന്ന് കുറച്ച് ഭാഗം കണക്ട് ആയിട്ട് കിടപ്പുണ്ടെന്ന് വെക്കുക. ജസ്റ്റ് ഇങ്ങനെ കരുതി വെച്ചാൽ കേട്ടോ, ഇങ്ങനെ കരുതി വെച്ചോ. അപ്പം ഇവിടാണ് നമ്മുടെ തുർക്കിക്കാര് ഇവിടെ. ഓക്കെ, അപ്പം യൂറോപ്പുകാർക്ക് രണ്ട് ആൾക്കാരെ ആവശ്യമുണ്ട്. യൂറോപ്പിന് നമ്മുടെ സ്പൈസസിന്റെ ആവശ്യമുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് സ്ലേവ്സ് അടിമകളെയും ആവശ്യമുണ്ട്. അപ്പൊ ഇവര് രണ്ട് രീതിയിൽ നമുക്ക് ഇവരെ അപ്പുറത്തോട്ട് എത്തിക്കാം, ആ യൂറോപ്പിലോട്ട് എത്തിക്കാം. നമുക്കറിയാം പണ്ട് നമുക്ക് ആകാശമാർഗമില്ല, കരയോ അല്ലെങ്കിൽ ജലമാർഗമോ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ തുർക്കിക്കാർ ഇവിടെ യുദ്ധം നടക്കുന്ന ടൈമില് ഏഷ്യയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലോട്ട് ഇറങ്ങാൻ അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് കയറാൻ ഇവരെ സമ്മതിക്കത്തില്ല, തുർക്കിക്കാർ സമ്മതിക്കത്തില്ല. തുർക്കികൾ എന്ത് ചെയ്യും, അമിതമായിട്ടുള്ള നികുതി ടാക്സ് വാങ്ങും. അപ്പൊ അത് ഇവർക്ക് പാടാം. അപ്പൊ ഇവർക്ക് രണ്ടാമത്തെ വഴിയാണ് കടൽ മാർഗം, വാട്ടർ, ഇത് നേവി സമയം യൂസ് ചെയ്ത്. അപ്പൊ ഈ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന രാജ്യം ഇറ്റലിയാ. ഇറ്റലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുസ്തകത്തിൽ കാണാൻ ഞാൻ അതിന്റെ പിക്ചർ വീഡിയോയിൽ ഉൾപ്പെടുത്താം, നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ കഴിയും. അപ്പം ഇറ്റലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഏഷ്യയിൽ നിന്നും ആദ്യം വരുന്നു, ആഫ്രിക്കയിൽ നിന്നും ആദ്യം വരുന്ന പോർട്ടുള്ള സ്ഥലമാണ് ഇറ്റലി. അതുകൊണ്ടാണ് അവ ഇൻഡിപെൻഡന്റ്ലി വെൽത്തി ഡൈനാമിക് എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ഫസ്റ്റ് പേജിൽ നമ്മൾ മുമ്പ് എടുത്ത പേജ് നമ്പർ 9ലേക്ക് തന്നെ വരിക. അവിടെ നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡേഴ്സ്, കച്ചവടക്കാര്, ട്രേഡേഴ്സ് ഇൻ ദ സിറ്റീസിലെ കച്ചവടക്കാര് എന്ത് ചെയ്യുന്നതോ, they take awareness about ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ്. അവർക്ക് ബാങ്കിങ്ങിലും ഇൻഷുറൻസിലും എന്താ പറയുക, അവർക്ക് നന്നായിട്ട് അവർക്ക് ബാങ്കിങ് ഇൻഷുറൻസും ഉണ്ടായിരുന്നു ട്രേഡേഴ്സിന്. ഇനിയും ഇവരുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they experts in അവര് എക്സ്പേർട്സ് ആണ് എന്തില്, ടെക്നോളജിക്കൽ മാറ്റേഴ്സ്, ടെക്നോളജിക്കൽ മാറ്റേഴ്സിൽ അവർ എക്സ്പേർട്സ് ആയിരുന്നു. എങ്ങനെയാണ് അവർ ടെക്നോളജിക്കൽ മാറ്റേഴ്സിൽ എക്സ്പേർട്സ് ആയ? ടെക്നോളജിക്കൽ മാറ്റേഴ്സിൽ ബുക്ക് കീപ്പിംഗ് പോലുള്ള പല കാര്യങ്ങളിലും അവര് എക്സ്പേർട്സ് ആയിരുന്നു. ബുക്ക് കീപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോളം തന്നിട്ടുണ്ട്, അത് നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കൊന്നും വേണ്ട, കാരണം അത് നമുക്ക് എക്സ്ട്രാ റീഡിങ് എന്തെങ്കിലാണ്. നോട്ട് ഇവാലുവേഷൻ ഫോർ ഇവാലുവേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ ബുക്കിന്റെ ഫ്രണ്ടിൽ ഉണ്ട്, അപ്പൊ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബുക്ക് കീപ്പിംഗ് ഇപ്പം മറ്റൊരു കാരണം ഇതായിരുന്നു. നെക്സ്റ്റ്, മെനി ഓഫ് ദം become, അതിൽ പലരും had very wealthy through ട്രേഡ് മാർഗം പലരും നല്ല
വെൽത്തി ആയിട്ടുള്ളവര് ആയിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ മെയിനായിട്ട്. ഇറ്റലി എന്തുകൊണ്ട് റിനീസൻസിന് മെയിനായിട്ട് ബാധിച്ചു, അല്ലെങ്കിൽ ഇറ്റലിയിൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവർ ഇൻഡിപെൻഡന്റ് ആണ്, വെൽത്തി ആണ്, ഡൈനാമിക് ആണ്. രണ്ടാമത്തെ കാര്യം അവിടുത്തെ ട്രേഡേഴ്സ് ഇൻഷുറൻസിനും ബാങ്കിങ്ങിനും അവർ അവെയർ ആയിരുന്നു. മൂന്നാമത്തെ കാര്യം അവർ എക്സ്പേർട്സ് ആയിരുന്നു ടെക്നോളജിക്കൽ കാര്യങ്ങളായിട്ടുള്ള ബുക്ക് കീപ്പിംഗ് അന്നത്തെ കാലത്ത് പോലും. നെക്സ്റ്റ് പലരും അതില് കച്ചവടത്തിലൂടെ വെൽത്തി ആയിട്ട് ധനികരായിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇതിന് കാരണങ്ങൾ. അതായത് ഇനി മുമ്പ് ഒരു കാരണം പറഞ്ഞു തന്നു, അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള കാരണങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കൊമേഴ്സ്യലൈസേഷൻ. അതായത് കൊമേഴ്സ്യലൈസേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 11th സെഞ്ചുറിയിലുണ്ടല്ലോ, 11th സെഞ്ചുറി, ആക്ച്വലി ബോർഡിൽ ചെറിയ അക്ഷരമാണ് നിങ്ങൾ പറയുക. 11th സെഞ്ചുറിയില് നമ്മുടെ എന്താ പറയുക മിഡീവൽ ഫ്യൂഡലിസം ഇല്ലായിരുന്നു. ആ മിഡീവൽ ഫ്യൂഡലിസവും അതുപോലെ തന്നെ റിലീജിയൻ സൂപ്രമസി, അതായത് ഞാൻ പറഞ്ഞ മതമാണ് അവരെ ഏറ്റവും വലിയതെന്ന് കരുതിയിരുന്നേ, ഇവർ നശിച്ചു പോകും. 11th സെഞ്ചുറിയില് ഇല്ലാതായി പോകും എന്നതാണ് നെക്സ്റ്റ്. അപ്പൊ അതാണ് കൊമേഴ്സ്യലൈസേഷൻ. കൊമേഴ്സ്യലൈസേഷൻ is occurred in Europe 11th century at disintegration of എന്തിൻ്റെയായിരുന്നു? ഒന്ന് മിഡീവൽ ഫ്യൂഡലിസം, അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമായിരുന്നു റിലീജിയണൽ സുപ്രമസി. അപ്പം ഇങ്ങനെ തകർന്നു എന്ന് പഠിച്ചേക്കാം. ഇതാണ് കൊമേഴ്സ്യലൈസേഷൻ. അതായത് അവർ തകർന്നതിന്റെ കാരണം എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നതാണ് കൊമേഴ്സ്യലൈസേഷൻ. അടുത്ത് നമ്മള് ഇവിടെ അങ്ങനെ അത് കഴിഞ്ഞപ്പോ അങ്ങനെ തകർന്നതോടെ ട്രേഡേഴ്സ് എന്ത് ചെയ്തെന്നറിയോ? അപ്പൊ ഇവിടെ ആരെ തകരുന്നേ? നമ്മുടെ കിങ്സ് ആണ് തകരുന്നത്. കിങ്ങുകളാണ് ഇവിടെ തകർന്നു പോകുന്നത്. അതായത് വളരുന്ന ട്രേഡേഴ്സും തകർന്നു പോകുന്നത് രാജാക്കന്മാരുമാണ്. അപ്പം ഇതും കൂടെ ഓർത്തിച്ചാൽ ഇനിയും ഇവിടെ ഇങ്ങനെ കുറച്ച് അധികം ഫാമിലീസ്, അപ്പം ഈ ട്രേഡിലൂടെ നമ്മൾ പറഞ്ഞു ഭയങ്കര വെൽത്തി ആയി എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഈ സ്ഥലങ്ങളും അവരുടെ വെൽത്തി ആയിട്ടുള്ളവരെയാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സിറ്റീസിനെ നോക്കാം. ആദ്യം നമുക്ക് സിറ്റികൾ എഴുതാം. സിറ്റിയില് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫ്ലോറൻസ് എന്ന സിറ്റിയെ കുറിച്ചിട്ടാണ്. ഫ്ലോറൻസ്. രണ്ടാമത്തെ സിറ്റി മിലൻ എന്ന സിറ്റിയാണ്. മൂന്നാമത്തെ സിറ്റി ഫ്ലോറൻസ്, മിലന്, നെക്സ്റ്റ് പാർമ. അത് കഴിഞ്ഞിട്ടുള്ളവരാണ് നാപ്പിൾസ്. അതിനുശേഷമുള്ളവരാണ് മിലൻ. മിലനിൽ 2 ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് 2 പേരാണ്. ഇത് ഇമ്പോർട്ടന്റ് വണ്ണാണ്. ഇമ്പോർട്ടന്റ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുക. 101% എന്നാണ്. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ ഈ കമ്പനി സ്റ്റഡിക്ക് വന്നതല്ലേ, അപ്പൊ എനിക്കുള്ളത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി ഞാൻ ഒരു ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്. സോ അവര് കൂടാതെ ഞാൻ പ്രീവിയസ് പേപ്പറിൽ നോക്കിയപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ട് മാച്ചപ്പോൾ. അത് പുതിയ പാറ്റേൺ ആണ്, മറ്റേ A=1 അങ്ങനത്തെ പാറ്റേൺ, ആ മോഡലത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനിത് കണ്ടപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണെന്നാണ് എല്ലാവരും പറയാം. അപ്പം ഫ്ലോറൻസ്, മിലന്, പാർമ, നാപ്പിൾസ്, മിലന്. ഇനി ഫ്ലോറൻസിനെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്ലോറൻസിലെ ഏറ്റവും കൂടുതൽ കോടീശ്വരായിട്ടുള്ളവരായിരുന്നു മെഡിസി. നെക്സ്റ്റ് മിലൻ. മിലനിലെ ഏറ്റവും കൂടുതൽ കോടീശ്വരനായിരുന്നു സ്ഫോർസ. പാർമയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു
ഫാർനീസി നാപ്പിൾസിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു. ഒറിസീനി, മിലനിലെ വിസ്കോണ്ടി. ഇത്രയും പേരായിരുന്നു മെയിനായിട്ട് വരുന്ന ഫാമിലീസ്. പേടിക്കേണ്ട, ക്ലൂ പറയാം, നല്ല പാടാണെന്നറിയാം. ഫ്ലോറൻസിലെ ഫ്ലോർ വൃത്തിയാക്കാൻ അമ്മ പറഞ്ഞപ്പം ചെയ്തില്ല. അപ്പം മെഡിസിയെ മലയാളത്തിൽ നമ്മൾ മടിച്ചി എന്നാ പറയുന്നത്. മടിച്ചി എന്ന് വിളിച്ചു. നെക്സ്റ്റ് സ്പോർട്സ മിലൻ. സ്പോർട്സ മിലൻ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? മിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എന്താ പറയുക, ഒരു പിള്ളേർക്ക് പേരിടില്ല മിലൻ എന്ന് പറയുന്നത്. സ്പോർട്സ നിങ്ങൾ ഫ്രോസണില്ലേ, ഫ്രോസണിൽ നിന്ന് സ്പോർസ എന്ന് ആക്കണം. സ്പോർസ എന്ന് ആക്കിയാൽ ജസ്റ്റ് ഇങ്ങനെ മെയിനായിട്ട് കണ്ടാൻ പറ്റുന്നത് വെച്ചാൽ ഈ പണ്ടത്തെ പോലെ എഴുതാനും വേണം. നമുക്ക് ഞാൻ പറഞ്ഞില്ല A-1. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ ഭാഗമൊക്കെ കിട്ടിയാൽ മതി, നമുക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഫാർനീസി പർമ. ഈ ഫാർനീസിയിലും പെർണയിലും ഈ ഇടയ്ക്കൊരു ട്രെൻഡ് ഒരു സംഭവം ഉണ്ടായിരുന്നു, ഫാഗ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഫാന്ന് അങ്ങോട്ട് ഇട്ടാം. കൂട്ടത്തിൽ PE ഫായും PHA ഫായും രണ്ടും ഫാന്ന് വയ്ക്കണം. അപ്പം ഫാ എന്ന് എഴുതാൻ പറ്റും. അപ്പം ഫാർനീസി പർമ, ഫാർനീസി പർമ എന്നും ഓർത്തിരിക്കാം. നെക്സ്റ്റ് നാപ്പിൾസ് ഒറിസീനി. അത് നിങ്ങൾ ഓർത്തിരിക്കണ്ടേ. നാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിനെ ഓർത്താൽ മതി. നേപ്പാൾ, നാപ്പിൾസ്. ഒറിസീനിക്ക് നമുക്ക് എന്താ ഓർത്തേക്കാം? ഇപ്പം ഒറിസീനി ഒന്ന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഒറിസീനി. അടുത്ത ക്ലാസ് വരുമ്പോൾ ഒറിസീനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന നോക്കട്ടെ. നെക്സ്റ്റ് മിലൻ വിസ്കോണ്ടി. മിലനോട് പറഞ്ഞു വിസ്ക് വേണ്ട, വിസ്ക് വെച്ചിട്ട് ഇളക്കാൻ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഓർത്തിച്ചത്. അപ്പം ഇത് മെയിനായിട്ട് ഇത്ര സംഭവമാണ്. മുഴുവൻ 4 പേരാണ്. 4 പേരും ഇമ്പോർട്ടൻ്റ് ആണെന്നും ഓർത്തിരിക്കുക.